Hi dear students, welcome you all to the next class of income tax. And in this class, we are going to discuss the last head of income, that is income from other source. This is the last head of income. And in this class, we going to discuss two areas, that is what you mean by income from other source and what are the incomes chargeable under this head. And what is income from other source? Income from other source, it is the last head of income. We already know that there are 5 heads of income. First head is income from salary, and the second head, that is income from house property. Third head is business or profession, and the fourth head is capital gain, and this is the last head of income. And the income from other source, that deals under section 56 to 59, and it is also known as residuary head of income. Why it is called residuary head of income? Income not chargeable under any other head is chargeable to tax under this head. That's why it is called residuary head of income. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ഹെഡാണ്, അഞ്ചാമത്തെ ഹെഡാണ്. അതേപോലെ 56 to 59 എന്ന് പറയുന്ന സെക്ഷനിലാണ് ഡീൽ ചെയ്യുന്നത്. ഇതിനെ റെസിഡ്യൂറി ഹെഡ് ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നു. കാരണം എന്താ? മറ്റുള്ള 4 ഹെഡ്സിലും, അതായത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഈ 4 ഹെഡിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഇൻകംസ് ആണ് നമ്മൾ ഏതിൽ ചാർജ് ചെയ്യുന്നത്? ഈ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കുന്നു? റെസിഡ്യൂറി ഹെഡ് ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നു. And next, what are the incomes chargeable under head income from other source? There are lots of income chargeable under the head income from other source. First one is dividend. What is dividend? We know that dividend and casual income. Casual income means winning from lottery, crossword puzzles, betting, gambling, etc. And next one is gift from non-relatives. Then interest on bank deposits, interest on securities. That means securities of companies, government companies, and the corporations, etc. And a dividend received from cooperative society, that is also taxable. Then income from royalty, by the way of royalty of books, etc. That is income from royalty. Then director's fees. Then salary of MP, MLA. We know that MP, MLA, salary. ഇവിടെ സാലറി കാണുമ്പോൾ നമ്മൾ അതെന്ത് വിചാരിക്കും? സാലറി ഹെഡിലാണ് വരിക എന്ന് വിചാരിക്കും. സാലറി ഹെഡിന്റെ ഒരു കണ്ടീഷൻ എന്താണ്? ദർ ഷുഡ് ബി ആൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഇൻ ദി കേസ് ഓഫ് എം പിക്ക് ആരാണ് സാലറി കൊടുക്കുന്നത്? ഗവൺമെന്റ് ആണ്. പക്ഷെ അവിടെ ഒരു എംപ്ലോയർ, അവിടെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയല്ല എം പി. അവരെന്താണ്? നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ദർ. അതുകൊണ്ട് തന്നെ അവരുടെ സാലറി എന്തിലാണ് വരുന്നത്? അതർ സോഴ്സിലാണ് വരുന്നത്. അതുപോലെ ഓണറേറിയം, അതുപോലെ ഡയറക്ടേഴ്സിനൊക്കെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് പാരിതോഷികമായി കൊടുക്കുന്ന സെക്രട്ടറി, ഡയറക്ടേഴ്സ്, ഇവർക്ക് കൊടുക്കുന്ന ഓണറേറിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? അതർ സോഴ്സിലാണ്. കമ്പനികളുടെ ഡിവിഡൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിവിഡൻഡില് ഇന്ത്യൻ കമ്പനീസിന്റെ ഡിവിഡൻഡ് എക്സംപ്റ്റഡ് ആണ്, നോട്ട് ടാക്സബിൾ ആണ്. ഫോറിൻ കമ്പനീസിന്റെ ഡിവിഡൻഡ് ടാക്സബിൾ ആണ്. പിന്നെ കാഷ്വൽ ഇൻകംസ് ആയിട്ടുള്ള ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, അതുപോലെ നോൺ റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ്, ബാങ്ക് ഡെപ്പോസിറ്റിലെ ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ ഐറ്റംസ് ഒക്കെ ഓർത്ത് വെക്കുക. ഇതെല്ലാം അതർ സോഴ്സിലാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഐറ്റംസ്, agricultural income outside India. We know that agricultural income inside India, that is not taxable. But agricultural income outside India, that is taxable under the head income from other source. Then family pension. Pension is taxable under the head salary. ഫാമിലി പെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ വൈഫിന് പെൻഷൻ കിട്ടാറുണ്ട്. അങ്ങനെ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പൊ അങ്ങനെ ഫാമിലി പെൻഷൻ ആണെങ്കിൽ അവിടെ വൈഫിന് കിട്ടുമ്പോൾ ദർ ഇസ് നോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ആ വൈഫിന് ആ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? അതർ സോഴ്സിലാണ് വരുന്നത്. ദെൻ സ്റ്റൈപ്പൻഡ് ടു ട്രെയിനീസിനൊക്കെ കൊടുക്കുന്ന സ്റ്റൈപ്പൻഡുകൾ ഉണ്ടല്ലോ, അതും സാലറി ആയിട്ടില്ല. അവിടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് വന്നിട്ടില്ല. അവിടെ അവർക്ക് ഒരു സ്റ്റൈപ്പൻഡ്, അവർക്കൊരു ദിവസേനയുള്ള ഒരു ചെലവിന് കൊടുക്കുന്നതാണ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. അത് സാലറി അല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? അതർ സോഴ്സിലാണ് വരുന്നത്. ദെൻ ഇൻകം ഫ്രം ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. ലീസിന് നമ്മളൊരു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതൊരിക്കലും ഹൗസ് പ്രോപ്പർട്ടിയിലല്ല കേട്ടോ വരിക. ലീസിന് കൊടുത്തു കഴിഞ്ഞാൽ അതർ സോഴ്സിലാണ് വരുന്നത്. ദെൻ ഇൻകം ഫ്രം ലെറ്റിംഗ്, ദർ ഈസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഓഫ് മെഷീനറി, പ്ലാന്റ്,
ആൻഡ് ഫർണിച്ചർ. ഇവിടെ ഒരു പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ. അതുപോലെ മെഷീനറീസ്, പ്ലാന്റ്സ്, ഫർണിച്ചേഴ്സ് ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ബിൽഡിങ്ങോ ഹൗസ് പ്രോപ്പർട്ടിയോ വാടകയ്ക്ക് കൊടുത്താലാണ് ഏതിൽ വരുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതൊക്കെ ഒരു കൺഫ്യൂസ് വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുക, ലെറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഹൗസ് പ്രോപ്പർട്ടിയിലാണ്. അതിൽ ഹൗസ് പ്രോപ്പർട്ടി, ബിൽഡിംഗ്, അതുപോലെ ലാൻഡ് അപ്പർട്ടനൻറ്റ്, ടു അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നത്. അപ്പം മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ ഇതെല്ലാം വാടകയ്ക്ക് കൊടുത്താൽ അതർ സോഴ്സിലാണ്. ദെൻ കോമ്പോസിറ്റ് റെന്റ്. കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത് ഒരു ഹൗസ് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, വാടകയും മറ്റുള്ള ചെലവുകളും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോഴാണ് കോമ്പോസിറ്റ് റെന്റ് വരുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് റെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതിലാണ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അതർ സോഴ്സിലാണ് ഇടേണ്ടത്. ദെൻ ഇൻകം ഫ്രം ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി, അത് റിപ്പീറ്റ് ചെയ്തതാണ്. ദെൻ റെമ്യൂണറേഷൻ ഫ്രം റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഇൻ ജേർണൽസ്. കുറേ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ജേർണൽസിലൊക്കെ നന്നായിട്ട് എഴുതുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ദാറ്റ് ഈസ് കം അണ്ടർ അതർ സോഴ്സ്. ആൻഡ് ഇൻകം ഫ്രം പ്രൈവറ്റ് ട്യൂഷൻ, ഇൻകം ഫ്രം ഓയിങ് ഹോഴ്സ് റേസസ്, അപ്പോൾ കുതിരപ്പന്തയൊക്കെ നടത്തി കിട്ടുന്ന എമൗണ്ടുകൾ. Next one is income from undisclosed sources. Undisclosed sources means sometimes we cannot explain the source of the income. ചില അസസീസിന്റെ ഇൻകംസ് എന്താണ് സോഴ്സ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. In that case, that incomes are come under income from other source. The rent of trademark. The rent received for trademark, that is come under income from other source and not come under the rent എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഹൗസ് പ്രോപ്പർട്ടിയിലാണ്. സോ ദിസ് ഈസ് കം അണ്ടർ അതർ സോഴ്സ്. അതൊരു ബിസിനസ് ഇൻകവും അല്ല, ഹൗസ് പ്രോപ്പർട്ടിയിലും അല്ല വരുന്നത്, അതർ സോഴ്സിലാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എനി സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. വാട്ട് യു മീൻ ബൈ കീമാൻ ഇൻഷുറൻസ് പോളിസി? Keyman insurance policy means life insurance policy taken by a person on the life of another person who is the employee or connected with the business. അപ്പോൾ കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പോളിസി ടേക്കൺ ബൈ എംപ്ലോയർ ഇൻ ദി ലൈഫ് ഓഫ് എംപ്ലോയി. അതായത് എംപ്ലോയിയുടെ ലൈഫിന് മുകളിൽ എടുക്കുന്ന പോളിസിയാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി. ദെൻ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്താൽ ദാറ്റ് ഈസ് കം അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ്. And interest from unrecognized provident fund. We know that the unrecognized provident part of employee contribute ചെയ്യുന്നുണ്ട് provident ഫണ്ടിലേക്ക്, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Part of employee that is come under salary, but the employer contribution that is come under other source. അപ്പോൾ ശ്രദ്ധിക്കുക, interest from unrecognized provident fund, employee contribution that is come under salary, employer contribution other source. Then remuneration received from a person other than his employer for evaluation of answer script. Then another one is remuneration received from a person other than his employer for evaluation of answer script. ഇപ്പോൾ ഒരു പേപ്പർ വാല്യുവേഷന് പോവുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കോളേജിലുള്ള ഒരു അധ്യാപകൻ പേപ്പർ വാല്യുവേഷന് പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? റെമ്യൂണറേഷൻ കിട്ടാറുണ്ട്. അവിടെ എന്താ? യൂണിവേഴ്സിറ്റിയാണ് കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റി ഈസ് നോട്ട് ദി എംപ്ലോയർ ഓഫ് ദാറ്റ് ലെക്ചറർ. അപ്പോൾ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് ഒരിക്കലും എന്തല്ല, അത് ഗവൺമെന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? ആ ലെക്ചർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് അവിടെ വരുന്നില്ല. ദാറ്റ് ഈസ് വൈ ദാറ്റ് ഈസ് കം അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഈ ഇത്രയും ഐറ്റംസ് ആണ് ഇനിയുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ വാട്ട് ആർ ദി ഐറ്റംസ് കം അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.